ഇന്നത്തെ എപ്പിസോഡിൻ്റെ എവിക്ഷൻ പ്രൊമോ വന്നിട്ടുണ്ട്. എവിക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ആദ്യം തന്നെ 3 പേരെ സേവ് ചെയ്യുന്നു. അനുമോൾ, നെവിൻ, സാബുമാൻ. ഈ 3 പേരെ സേവ് ചെയ്ത ശേഷം ബാക്കി അവശേഷിക്കുന്ന 3 പേരോട് ഗാർഡൻ ഏരിയയിലേക്ക് വരാൻ പറയുന്നു. അവിടെ അവർക്കായിട്ട് ഓരോ പ്രോപ്പർട്ടി അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. 3 പേർക്കും ഒരേപോലെയുള്ള പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയുടെ ടോപ്പിലായിട്ട് ഒരു റൗണ്ട് ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് നിറച്ച് തെർമോക്കോൾ ബബിൾസ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ബോക്സിൻ്റെ അകത്തായിട്ടും ബബിൾസിൻ്റെ പുറകിലായിട്ടും ഓരോരുത്തരുടെയും ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയുടെ അടിയിലായിട്ട് ഒന്നെങ്കിൽ എവിക്റ്റഡ് അല്ലെങ്കിൽ സേവ്ഡ് എന്നൊരു മെസ്സേജ് എഴുതിയിട്ടുണ്ട്. ഒന്നിലധികമോ ആളുകൾ പുറത്തേക്ക് പോകാമെന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. സീസൺ 6 ഗ്രാൻഡ് ഫിനാലെ വീക്കിലെ മിഡ് വീക്ക് എവിക്ഷൻ നടന്നത് ഇതേപോലെ ആയിരുന്നു. ശ്രീതു എവിക്റ്റ് ആയത് ഇതേ രീതിയിലാണ്. അപ്പോൾ ബസർ ശബ്ദം കേട്ട് കഴിയുമ്പോൾ ഒരു കൗണ്ട് ഡൗൺ ആരംഭിക്കും. ആ കൗണ്ട് ഡൗൺ തീർന്നു കഴിയുമ്പോൾ ആ റൗണ്ട് ബോക്സിൻ്റെ അടിയിലായിട്ട് ഒരു ചരടുണ്ട്. ആ ചരടിൽ പിടിച്ച് എല്ലാവരും ഒരുമിച്ച് വലിക്കണം. അങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ആ ബോക്സിനകത്തുള്ള തെർമോക്കോൾ ബബിൾസ് എല്ലാം തന്നെ താഴേക്ക് വീഴും. അങ്ങനെ എവിക്റ്റഡ് ആണോ സേവ്ഡ് ആണോ എന്ന് റിവീൽ ആകുന്നതായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു എവിക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ആരാണ് എവിക്റ്റഡ് ആയത്, അവരുടെ എവിക്റ്റഡ് എന്ന് എഴുതിയ ആ ഒരു മെസ്സേജ് തെർമോക്കോൾ താഴെ വീഴുന്നതിനോടൊപ്പം തന്നെ തെളിഞ്ഞു വരും. അങ്ങനെയാണ് ആരാണ് എവിക്റ്റഡ് ആയത് എന്ന് ഇന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെയാണ് മിഡ് വീക്ക് എവിക്ഷനിൽ ശ്രീതു പുറത്തു പോയത്. അതേ ടാസ്ക് തന്നെയാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അങ്ങനെയാണ് ശ്രീതുവിൻ്റെ എവിക്ഷൻ നടന്നത് ഇതേ രീതിയിലാണ്. അതാണ് ഇങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാം. എപ്പിസോഡിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.